ഇടുക്കി ചെറുതോണിയിൽ 2 കുട്ടികളെ കാണാതായി. അജോൺ റോയ്, അലൻ ബിജു എന്നീ കുട്ടികളെ കാണാതായത് വൈകിട്ട് 6 മണിയോടെയാണ്. 15ഉം 14ഉമാണ് ഇവരുടെ പ്രായം. ചെറുതോണിയിൽ ആരാധനാലയത്തിൽ പോയി മടങ്ങിയ കുട്ടികൾ വീട്ടിൽ തിരികെ എത്തിയിട്ടില്ല. ജെയിനസ് രാജുണ്ട് വിശദാംശങ്ങളുമായി. ജെയിൻ, പോലീസ് എന്താണ് പറയുന്നത്? അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? അനശ്വര, അന്വേഷണം നടക്കുകയാണ്. ഇതുവരെ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വൈകിട്ട് ഇവർ പള്ളിയിൽ എത്തിയിരുന്നു. പള്ളിയിൽ എത്തിയതിനു ശേഷം 6 മണിക്കാണ് എത്തിയത്. ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം തന്നെ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിനുശേഷം ചെറുതോണി ടൗൺ ഭാഗത്തേക്കാണ് കുട്ടികൾ പോയത്. അവിടെ സമീപത്തുള്ള ഒരു വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTVയിലും കുട്ടികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുട്ടികൾ എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും നടക്കുന്നത്. എവിടെയെങ്കിലും ഈ കുട്ടികളെ സംബന്ധിച്ച വിവരം ഉണ്ടെങ്കിൽ നമ്മൾ നൽകുന്ന ഈ ദൃശ്യങ്ങളിലുള്ള ഫോൺ നമ്പറിലോ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുകയാണ് വേണ്ടത്. ജെയിൻ, ഈ കുട്ടികൾ ഒരേ നാട്ടുകാർ, അയൽവക്കക്കാർ അങ്ങനെ എന്തെങ്കിലും ബന്ധമുള്ളവരാണോ? തീർച്ചയായിട്ടും കുട്ടികൾ സഹപാഠികളാണ്. അവർ ഒരുമിച്ച് പള്ളിയിലേക്ക് വരുന്ന രീതിയുണ്ട്. സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ഈ കുട്ടികൾ പള്ളിയിൽ എത്താറുണ്ട് എന്നുള്ളതാണ് പള്ളിയിലെ വികാരി തന്നെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ വരുന്നത് പോലെയാണ് കുട്ടികൾ എത്തിയത്. അതിനുശേഷം ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം തന്നെ അവർ തിരികെ മടങ്ങുകയും ചെയ്തു. അപ്പോൾ എന്താണ്, കുട്ടികൾ സ്വമേധയാ മറ്റെങ്ങോട്ടെങ്കിലും പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്. ഇപ്പോൾ നമുക്കൊരു നിഗമനത്തിലേക്കൊന്നും എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ നടത്തുന്നത്. കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് പരിശോധനകളും അന്വേഷണവും ഒക്കെ നടത്തുന്നുണ്ട്. ഈ പ്രായത്തിലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വമേധയാ പോകാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നില്ല. വളരെ ഗൗരവത്തോടെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ശരി, ജെയിനസ് രാജുവാണ് ഇതുവരെയുള്ള വിശദാംശങ്ങൾ നൽകുന്നത്.